നമസ്തേ സുഹൃത്തുക്കളെ, എല്ലാവർക്കും മുംബൈ മലയാളി യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കൊൽക്കത്തയിലെ ഒരു പ്രശസ്തമായ പാർക്കിലാണ്. ആ പാർക്ക് കൂടിയുള്ള ഞങ്ങൾ ഇങ്ങനെ ആ സ്ഥലത്തൂടി ഇങ്ങനെ നടക്കുമ്പോൾ വളരെ വിശാലമായ, വളരെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ബിന്ദുവുമുണ്ട്. ഞാൻ ഭാര്യയും കൂടി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മരുമോനും മോളും ഉണ്ട്. അവര് ഇപ്പോൾ അങ്ങോട്ട് പോയി ഒരു ബഗ്ഗി എടുത്തുകൊണ്ട് വരാനുള്ള ഒരു പുറപ്പാടിലേക്കാണ്. അത് മറ്റൊരു ഗേറ്റിലുമൊക്കെ പോകണം. അപ്പം അതിനുവേണ്ടി ഞങ്ങളെ കറക്കാൻ വേണ്ടി ഇതിനകത്തെല്ലാം വേണ്ടി അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ അങ്ങോട്ട് പാസ് ചെയ്തു പോയ ഒരു ടോയ് ട്രെയിൻ മോഡലിലുള്ള ഒരു ടോയ് ബസ്സുണ്ട്. ആ ബസ്സിൽ ഇന്ന് യാത്ര ചെയ്ത് വിശാലമായിട്ട് കാണുകയും ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കടന്നു വരുന്ന സീനുകളൊക്കെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാ അങ്ങനെ ഒരെണ്ണം ഇതാ കടന്നു വരുന്നു. വളരെ രസകരമായ കാഴ്ചയാണ്. ഇങ്ങനെ ഈ റോഡിൽ കൂടി മറ്റ് വാഹനങ്ങൾ, നമ്മുടെ കൽക്കട്ടയിലെ ട്രാം സിസ്റ്റം പ്രവർത്തിക്കുന്നത് പോലെ തന്നെ, ട്രാം സർവീസ് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ നടപ്പാതയിലൂടെ ഇങ്ങനെ കടന്നു വരുന്ന ഈ ഒരു ടോയ് വെഹിക്കിൾ കണ്ടോ, ഈ ഒരു ബസ്സാണത്. അപ്പോൾ ബസ്സുകൾ കൂട്ടിയിണക്കി ഒരു ട്രെയിൻ മോഡലിലാക്കി ഇങ്ങനെ കറക്കുകയാണ്. അത് അവിടെ മുഴുവൻ ഏക്കർ കണക്കിന് സ്ഥലത്ത്. ഇതിനകത്തുള്ള വിശേഷങ്ങൾ വേറെ കേമമാണ്. അതൊക്കെ കൂടുതലായി കാണണമെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇതുപോലുള്ള സൈക്കിളുകൾ 2 പേർക്ക് ചവിട്ടാവുന്ന സൈക്കിളുകൾ. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് നമുക്ക് ഒരു കണ്ണിന് ആനന്ദകരവും വ്യായാമവുമാണ് അതിൽ കയറി യാത്ര ചെയ്യുന്നവർക്ക്. ഇതാ പോകുന്നു ആ ടോയ് ട്രെയിൻ മോഡലിലുള്ള ബസ് സർവീസ്. അതിങ്ങനെ വന്നും പൊയ്ക്കൊണ്ടുപോയിരിക്കും. ഏകദേശം സന്ധ്യയുടെ കൂടി 7 മണിയോടുകൂടി ഇതൊക്കെ അവസാനിക്കും പരിപാടികൾ. 8 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇവിടുത്തെ സമയം. എന്തായാലും രാവിലെ തുടങ്ങിയ ഈ പരിപാടികളാണ് ഇങ്ങനെ 8 മണി വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ബഗ്ഗി ഇതായെത്തിക്കഴിഞ്ഞു. അതിൽ കയറിയിരുന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് ഇങ്ങനെ വിശാലമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാഴ്ചകൾ 2 സൈഡിലും പലതും ഉണ്ട്. ഉള്ളിലേക്ക് കയറി നടന്ന് കാഴ്ച കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വിശാലമായ പാർക്കിൽ ഇങ്ങനെ വൃക്ഷനിബിഡമായ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബാംഗ്ലൂരെ ലാൽബാഗ് പാർക്ക് പോലെ തന്നെ, പക്ഷെ ബാംഗ്ലൂർ ധാരാളം അതിപുരാതന വൃക്ഷങ്ങൾ ഉണ്ട്. അവിടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് മുന്നേ തന്നെ അവിടെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പാർക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നതാണെന്നറിയുന്നു. ഇപ്പോൾ ഇത് പുതിയ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര കാലത്തെ സംഭവങ്ങളാണ് ഈ പാർക്കുകളൊക്കെ. എന്തായാലും ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഏകദേശം സന്ധ്യയോട് അടുക്കുന്നു. സന്ധ്യയായി എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം 5 മണിയായിരുന്നു. ഇപ്പോൾ 6 മണി. കൽക്കട്ടയിൽ അല്പം കൂടുതൽ ദിവസത്തിന് സമയദൈർഘ്യം കൂടുതലുണ്ട്. ഇവിടെ ആൾക്കാർ എല്ലാം വിശാലമായ ഈ പച്ചപ്പരവതാനി വിരിച്ച പാർക്കിന്റെ അകത്തിരുന്ന് അങ്ങനെ പറഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്നാക്സുകളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എങ്ങും വൃത്തിഹീനമാക്കാതിരിക്കാൻ പ്രത്യേകം അവിടെയൊക്കെ വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യം. പിന്നെ ആൾക്കാർ അത് പാലിക്കണമെന്നില്ല. അത് പാലിക്കാത്ത ഉണ്ടെങ്കിൽ പെറുക്കിയെടുത്ത് അതിലേക്ക് ഇടുന്ന ജോലിക്കാരെ നമുക്ക് കാണാം. ഇങ്ങനെ ധാരാളം കുട്ടികൾ പ്രത്യേകിച്ച് ഇങ്ങനെ സൈക്കിള് 2 പേര് കയറി ചവിട്ടുന്ന സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. നല്ലൊരു എക്സസൈസാണ്. ഞങ്ങൾക്കും അതിൽ കയറണമെന്നുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് അത് മുട്ടുവേദന കാരണവും എനിക്ക് എൻ്റെ ഇടത് കാല് ആക്സിഡന്റിൽ ഒടിഞ്ഞിട്ട് റിപ്പയറായി ശരിയായി വന്നിട്ട് ഞങ്ങളിപ്പോൾ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അതിന് മുതിർന്നില്ല. എന്തായാലും മറ്റവർ 2 പേർക്ക് താല്പര്യമുണ്ടായിരുന്നു, മോൾക്കും മരുമകനും. പക്ഷേ ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് അവർക്ക് പോകാനും താല്പര്യമില്ല. അങ്ങനെ ഇതിലിങ്ങനെ കറങ്ങി നടക്കുകയാണ് ബഹുദൂരമായി. ഇപ്പോൾ ഏകദേശം എത്ര ദൂരം പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇങ്ങനെ കറങ്ങി ചെല്ലുമ്പോൾ ഇവിടെ ചില സീനുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഈ മോഡലുകളിൽ ഇപ്പോൾ ചരിഞ്ഞ ഗോപുരം, നമ്മുടെ പിന്നെ ഓരോ സ്ഥലത്തെ നമ്മുടെ സപ്താത്ഭുതങ്ങൾ എന്ന് പറയുമല്ലോ, 7 അത്ഭുതങ്ങൾ. അത് പണ്ട് തൊട്ടേ അറിയപ്പെടുന്ന 7 അത്ഭുതങ്ങൾ, താജ്മഹൽ തൊട്ട് ഇന്ത്യയിലെ അങ്ങോട്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മോഡൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് പക്ഷെ പ്രത്യേക പാസ്സാണ് അതിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ വിട്ടിറങ്ങി അങ്ങോട്ട് പോകേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിനടുത്തുകൂടിയൊക്കെ നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കും. അത് നിങ്ങളെ കാണിക്കാം എന്തൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന്.
എന്തായാലും കാണുവാൻ സാധിക്കുന്ന ഈ ബഗ്ഗിയിൽ കയറി ഇരുന്ന് പോകുമ്പോൾ അതിന്റെ സമീപത്തുകൂടി പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൂടി കാണുവാൻ സാധിക്കും. ഇതിന്റെ തൊട്ടടുത്തുകൂടി കാണുന്ന ഈ വലിയ നദി ഗംഗാ നദിയാണ്. അവിടെ ഹൂഗ്ലി നദി എന്നും അറിയപ്പെടും. ഈ കരയിൽ നമ്മൾ ഈ ബഗ്ഗിയിൽ യാത്ര ചെയ്യുന്ന ഈ പാർക്കിന്റെ ഈ കര എന്ന് പറയുന്നത് ഹൗറ ഡിസ്ട്രിക്റ്റ് ആണ്. അതിനപ്പുറത്തെ കര എന്ന് പറയുന്നതാണ് കൊൽക്കത്ത ഡിസ്ട്രിക്റ്റ്. ഈ ഹൂഗ്ലി നദി ഇത് രണ്ടും, ഗംഗാ നദി ഇത് രണ്ടും കൂടി വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു. അതിനിടയിൽ കൂടി പാലങ്ങൾ പലതുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വിശാലമായ പാലത്തിലൂടെയാണ് ഈ ബ്രിഡ്ജിൽ ക്രോസ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. അവിടെയൊക്കെ ലൈറ്റ് അക്കരെ കാണാൻ നമുക്ക് കൊൽക്കത്ത നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലെ ലൈറ്റിങ്ങുകളൊക്കെ നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അതുപോലെ വളരെ ആഡംബര ബോട്ടുകളിൽ യാത്ര ചെയ്യുന്ന ലോഞ്ച് സർവീസ് എന്ന് പറയും ഈ ഗംഗാ നദിയിലൂടെ സകല സമയവും ഉണ്ട്. വെസ്റ്റ് ബംഗാൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൻ്റെതായിട്ടുള്ള പ്രത്യേക ബോട്ടുകളും കാണുവാൻ സാധിക്കും. അത് നിങ്ങളെ കാണിക്കാം. ഇതൊക്കെ വേറൊരു സംഭവങ്ങളാണ്. കരയോട് ചേർന്ന് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. മുകളിൽ കയറിയിരുന്ന് വിശാലമായിട്ട് നമുക്കിരുന്ന് ആ ഗംഗാ നദിക്ക് മുകളിലൂടെ കയറിയിരുന്ന് അവിടെ നമുക്ക് ആസ്വദിക്കാം. പിന്നീട് ഇങ്ങനെ കടന്ന് ഓരോ പാർക്കുകളും കവർ ചെയ്ത് ഓരോ ഗാർഡനുകളും കവർ ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിലെ യാത്ര വളരെ രസകരമാണ്. പക്ഷേ നമുക്ക് വ്യായാമം കിട്ടണമെങ്കിൽ നടക്കുകയോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ നടത്തുക എന്നുള്ളതാണ്. പക്ഷെ വ്യായാമം ചെയ്തു വരുമ്പോൾ ഇത് മുഴുവൻ കറങ്ങി കാണുവാനുള്ള ഒരുപക്ഷെ അവസരം നമ്മൾ രാവിലെ തൊട്ട് വന്ന് വൈകുന്നേരം വരെ ചിലവഴിച്ചാലേ അത് സാധിക്കുള്ളൂ നടന്നു കാണണമെങ്കിൽ. ഭക്ഷണം പുതിയതായിട്ട് വരുന്നത് അലൗഡാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഒന്നും നിക്ഷേപിക്കുവാൻ പാടില്ല, അതിൻ്റെ വേസ്റ്റുകളും. പിന്നെ ഇവിടെ ഇതിനകത്തൊക്കെ സ്റ്റോളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, സ്നാക്സുകളൊക്കെ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ അതൊക്കെ കരുതി കൊണ്ടുവരാം, ഇല്ലെങ്കിൽ അകത്ത് വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും. അത് ബഹുകേമമാണ്, കാണുവാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ദൂരെ ആ ഗംഗാ നദിയിലൂടെ പാസ് ചെയ്തു പോകുന്ന ഓരോ ബോട്ടുകൾ, ആഡംബര ബോട്ടുകളൊക്കെ കണ്ടിങ്ങനെ രസിച്ച് ഈ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ദൂരെ അത് കാണുവാനുള്ള കാഴ്ച വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് രാത്രിയായി കഴിയുമ്പോൾ, സന്ധ്യയായി കഴിഞ്ഞ് രാത്രിയിലേക്ക് വരുമ്പോഴുള്ള ആ കാഴ്ച. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ ഈ സർവീസുകളൊക്കെ ഇപ്പം ഞങ്ങൾ കയറിയിരിക്കുന്ന ഈ ബഗ്ഗി സർവീസ് ഇപ്പോൾ അവസാനിക്കും. അത് ഞങ്ങളുടെ ട്രിപ്പോടുകൂടി മിക്കവാറും അദ്ദേഹത്തിൻ്റെ സമയം കഴിയും. അദ്ദേഹം ആദ്യം വരുവാൻ മടിച്ചിരുന്നു. അപ്പോൾ എന്തായാലും വന്നു. അല്പം സ്പീഡ് കൂടുതലാണ് അദ്ദേഹത്തിന്. അവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാം എന്നുള്ള ഉദ്ദേശം വെച്ചായിരിക്കാം. ഞങ്ങൾ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കൊണ്ട്, വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നത് കൊണ്ട് അല്പം സ്ലോ ആയിട്ട് യാത്ര ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ചിലയിടത്തൊന്ന് നിർത്താമോ എന്ന് ചോദിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടായി കണ്ടു. കാരണം അദ്ദേഹത്തിന്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ നിർബന്ധിച്ചതുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ എടുത്തത് യാത്രയ്ക്കായി. ഇന്നത്തെ സമയം ഏകദേശം അവസാനിക്കുകയാണ്. എന്തായാലും ഇവിടെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ഇത്ര സുന്ദരമായ കൽക്കട്ട നഗരം അക്കരെ ഇപ്പുറേ ഹൗറ ഡിസ്ട്രിക്റ്റ്, ഹൗറ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇരിക്കുന്ന സ്ഥലം ഈ കര. അപ്പോൾ ഇതിനടുത്ത് ബേലൂർ മഠവും ഈ കരയിൽ തന്നെയാണ്. സ്വാമി വിവേകാനന്ദൻ ആത്മീയ ജീവിതം നയിച്ച സമാധിയായി ഇരുന്ന സ്ഥലം ഒക്കെ ബേലൂർ മഠം ത്തിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. കാണാത്തവർ കാണുക. അവിടെയും വളരെ വിശാലമായ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ബേലൂർ മഠം സ്ഥിതി ചെയ്യുന്നത്. അതുപോലൊക്കെ തന്നെയാണ് ഇത് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ ഒരു പാർക്ക് കുറച്ചു ദൂരം മാറി ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും രാത്രി നന്നായി ഇരുട്ടിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ യാത്ര ഇങ്ങനെ ബഗ്ഗിയിൽ ഒരു പോയിന്റ് വരെ കൊണ്ടുവിടും. അതിനുശേഷം അദ്ദേഹവും യാത്ര മതിയാക്കി, ഇന്നത്തെ പരിപാടി മതിയാക്കി പോകും. ഇവിടെ കാണുന്നത് കുറേ കാര്യങ്ങളൊക്കെ, എന്തൊക്കെയോ നിർമ്മിതികളൊക്കെ കാണാൻ. ജാപ്പനീസ് പാർക്ക് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു ലൈറ്റൊക്കെ ഇട്ട്. അപ്പോൾ അതിനുള്ളിലേക്കൊക്കെ പോകണമെങ്കിൽ സമയമെടുത്ത് നമ്മൾ വരിക തന്നെ ചെയ്യണം. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു 7 അത്ഭുതങ്ങളിൽ ഒന്നോ രണ്ടോ പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുമായിരിക്കാം. എന്തായാലും അതിനടുത്തുകൂടി പാസ് ചെയ്ത് പോകാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ ദൂരെ കാണുന്ന ഈ കാഴ്ചയാണ്. ഇത് നമ്മുടെ ഈഫൽ ടവറാണ്. പാരീസിലാണല്ലോ, ഫ്രാൻസിലെ ഈഫൽ ടവറിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. അതിന്റെ റിപ്ലിക്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് അതിന്റെ ഒരു മോഡൽ, മിനിയേച്ചർ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം.
എന്തായാലും അത് ദൂരെ നിന്ന് കാണുമ്പോഴും അടുത്ത് നിന്ന് കാണുമ്പോഴും വളരെ വലുതായിട്ട് തന്നെ കാണുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനടുത്തൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, റീൽ എടുക്കുക, ഇതൊക്കെയാണ് എല്ലാവരുടെയും വിനോദം ഇന്നത്തെ കാലത്ത്. അതിന്റെ മനോഹരമായ ഒരു കാഴ്ച ഞാനും ഒരു റീൽ മോഡൽ ഇതിൽ പകർത്തുകയാണ്. എന്തായാലും ഈ ഒരു ഈഫൽ ടവർ നമുക്ക് കാണുവാൻ സാധിച്ചു. അവിടെ പണിതിരിക്കുന്ന ഈഫൽ ടവർ വളരെ ഭംഗിയായി അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ്, നമ്മുടെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇനിയും ഇത് കൂടാതെ നമുക്ക് മുന്നോട്ട് പോയാൽ എന്ത് കാണുവാൻ സാധിക്കും എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതിൽ മറ്റ് ഒന്നും കാണുവാനുള്ള സമയം കിട്ടും എന്ന് തോന്നുന്നില്ല. ഈ ഒരു സീനുകൾ വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ രാത്രി സമയത്തെ ഈ ഒരു ഈ ഫോട്ടോ തീർച്ചയായിട്ടും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.